ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ കാരണത്താൽ ആ വീഡിയോയിൽ പറയുന്ന ഒന്നും റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് ടൈം റെക്കോർഡായി, പിന്നെ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല. അപ്പം രാവിലെ ഞാൻ ഇന്ന് കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. രാവിലെ തന്നെ ഒരുങ്ങിയത് അമ്പലത്തിൽ പോകണം എന്നുള്ള രീതിയിലായിരുന്നു ഒരുങ്ങിയത്. അപ്പൊ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കാറ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ സാറിനെ വിളിച്ചപ്പോ സാർ പറഞ്ഞു 7:45 ഞാൻ അങ്ങ് എത്തിയിരിക്കും. പിന്നെ സാറ് വന്നത് 8 മണി കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ കുറച്ചുകൂടെ ലേറ്റ് ആയി. കാറൊക്കെ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ അമ്പലത്തിൽ പോയത്. അപ്പം അന്ന് എനിക്ക് കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴേ എല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലാൻസ് എല്ലാം ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് ബീഫൊക്കെ മേടിച്ച് അന്നങ്ങോട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. ഇപ്പൊ രാവിലെ ഇതാ ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ഒരുങ്ങി വന്നിട്ടുണ്ട്. മുടി ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടേ ഡ്രൈവിങ്ങിന് പോയുള്ളൂ. ഞാൻ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ കുളിച്ചിട്ട് അല്ലാതെ ഇരിക്കത്തത്തില്ല, നോർമലായിട്ട് കെട്ടിയിട്ടാണ് പോകുന്നത്. ഗൈസ്, ഞാൻ ആശിച്ചു വാങ്ങിച്ച എൻ്റെ മൈക്ക് ചെതല് തിന്നു ഗൈസ്. എങ്ങനെ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ബോക്സിനകത്ത് വെച്ചേക്കുവായിരുന്നു, എന്താ കണ്ടില്ല, അതിന്റെ മണ്ടയ്ക്കത്തെ സാധനം ചെതല് കഴിച്ചു. പക്ഷേ മൈക്കിനൊരു യാതൊരു കുഴപ്പമില്ല, സ്പോഞ്ച് പോയെന്നല്ലാതെ വേറൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ എന്തൊക്കെയോ അതിനകത്തേക്കൊന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്തൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മുടെ ഗിവ് അവേ എല്ലാവരും ഓർത്ത് വെക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഒരു വിന്നറിനെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ആരും മറന്നു പോകരുത്. അപ്പം ഞാൻ പോയിട്ട് വരാന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ റെഡിയായി വെളിയിൽ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇതിന്റെ പാന്റ് എനിക്ക് ഭയങ്കര വലുതാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു പാന്റ്. അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടൊരു അമ്പലമാണ് ഈ അമ്പലം. നമ്മുടെ ശിവന്റെ അമ്പലമാണ്.